പലപ്പോഴും മുൻവിധിയോടെ പെരുമാറുന്നവരെ നാം കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും നാം പലപ്പോഴും മുൻവിധിയോടെ എടുത്തു ചാടി പല ആപത്തിലും അപകടങ്ങളിലും പെടുന്നതും കാണാറുണ്ട്. മായമ്മ എന്നൊരു സ്ത്രീക്ക് ഒരു കീരിയെ കിട്ടി. അവരതിനെ ഓമനിച്ചു വളർത്തി. എല്ലാവരോടും ഇണങ്ങിയത് കൊണ്ട് കീരി അവരുടെ വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടി. അവർക്കൊരു ചെറിയ കുഞ്ഞുവാവയുണ്ടായി. ആ കുഞ്ഞുവാവയുമായി കീരി നല്ല കൂട്ടായിരുന്നു. അപ്പൊ മായമ്മ അലക്കാനും കുളിക്കാനും ഒക്കെ പോകുമ്പോ ഈ കീരിയെ കുഞ്ഞിനെ കാവലേൽപ്പിച്ചിട്ടാണ് പോവുക. അന്നേ ദിവസം തൊട്ടിലിൽ കുഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ കീരിയോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ട് മായമ്മ കുളിക്കാൻ പോയി. കുളിയും അലക്കും എല്ലാം കഴിഞ്ഞ് മായമ്മ വരുമ്പോ കാണാം വാതിൽക്കൽ തന്നെ കീരി നിൽക്കുന്നു. കീരിയുടെ ചുണ്ടിലും മുഖത്തും ശരീരത്തും എല്ലാം രക്തം. പെട്ടെന്ന് മായമ്മ വിചാരിച്ചു, എന്റെ കുഞ്ഞിനെ കീരി കടിച്ചു കൊന്നു. ഒന്നും ആലോചിക്കാതെ അടുത്ത് കിടന്ന മുട്ടൻ വടിയെടുത്ത് മായമ്മ ആ കീരിയെ തല്ലിക്കൊന്നു. നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയ മായമ്മ കണ്ടത് തൊട്ടിലിൽ കൈയും കാലിട്ട് അടിച്ച് ചിരിക്കുന്ന തന്റെ കുഞ്ഞുവാവയെയും തൊട്ടരികിലായി ചത്തുകിടക്കുന്ന ഒരു പാമ്പിനെയുമാണ്. അപ്പോഴാണ് മായമ്മയ്ക്ക് മനസ്സിലായത്, തന്റെ കുഞ്ഞിനെ ആക്രമിക്കാൻ വന്ന വിഷപ്പാമ്പിനെ കൊന്ന ആ വിഷപ്പാമ്പിന്റെ ചോരയായിരുന്നു തന്റെ കീരിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നെന്ന്. താൻ ചെയ്ത ക്രൂരകൃത്യത്തെക്കുറിച്ചോർത്ത് മായമ്മ സങ്കടപ്പെട്ട് ഉറക്കെ നിലവിളിച്ചു, ഉറക്കെ കരഞ്ഞു. എന്ത് കാര്യം? പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതുപോലെ മുൻവിധിയിൽ എത്രയോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന കാണുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ച് അറിയുന്നതിന് മുമ്പേ അതിന് കമന്റ് ഇടുകയും അയാളെ ഇകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നതിലൂടെ ആ മനുഷ്യന്റെ സാമൂഹ്യ ഇമേജിനെ ഞാനും നിങ്ങളും കൊല്ലുകയല്ലേ, കരിവാരി തേക്കുകയല്ലേ ചെയ്യുന്നത്? പിന്നീട് അത് സത്യമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ നാം സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? കുറ്റബോധം തോന്നിയിട്ട് എന്ത് കാര്യം? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മുൻവിധിയോടെ പെരുമാറുന്നതിന് പകരം യാഥാർത്ഥ്യങ്ങളെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പെരുമാറാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ.